ഈ ഹാങ്കർ എപ്പോഴെങ്കിലും ഒരു ഉപകാരമായി ഗൈസ്, സാരി മടക്കാൻ. എനിക്ക് തണലുണ്ട്. ഞാനേ സാറ്റർഡേ നമ്മുടെ മുഗളൈ ഫെസ്റ്റിനേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുമായിരുന്നു. ഈ പൊട്ട് കിട്ടി എൻ്റെ ബാഗിൽ നിന്ന്. അപ്പോൾ ഞാൻ ആ പൊട്ടൊക്കെ ഒന്ന് വെച്ച് നോക്കിയതാണ്. ഇതൊരു മറാഠി സ്റ്റൈൽ പൊട്ടല്ലേ, നന്നായിട്ടുണ്ട്. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ ഇങ്ങനെ പൊട്ടൊക്കെ എടുത്തുള്ളൂ. ഡാൻസിനൊക്കെ വേണ്ടിയിട്ടാണ് ഇടുന്നത്. ഡാൻസിന് ഞങ്ങളിങ്ങനെ ഗോപി പൊട്ടാ തൊടുന്നത്. അപ്പം പൊട്ട് തപ്പി ചെന്നപ്പോൾ എനിക്ക് ഈ മറാഠി പൊട്ട് കിട്ടി. നന്നായിട്ടില്ലേ? ആക്ച്വലി മൊബൈലിൽ ഷൂട്ട് ചെയ്യുമ്പം എങ്ങോട്ടാണ് നോക്കേണ്ടതെന്ന് അറിയുന്നില്ല, ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ. അതാണ്. അപ്പം എൻ്റെ ഡാൻസ് ജ്വല്ലറി ബോക്സ് എല്ലാം സെറ്റായി. ഇതാണ് കമ്മൽ, ഇതാണ് മോതിരം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഡാൻസിൻ്റെ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ എടുക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര സന്തോഷം. ഇതാണ് ഇടുന്നത് ഗൈസ്. ഇതും ഷീന്ന് മേടിച്ച വളകളാണ്. നന്നായിട്ടില്ലേ? കുട്ടികൾക്കുള്ള ആങ്കിട്ടാണിത്. ഇല്ലേ, നല്ല രസമില്ലേ? ഇത് കുട്ടികൾക്കുള്ള കാലയിലിടുന്ന പോലീസാണ് കേട്ടോ. ഇത് രണ്ടുപേർക്കും ഉണ്ട് ഡാൻസിനിടാൻ. ആക്ച്വലി ഞങ്ങൾ ഇതെല്ലാം ഇട്ട് വീട്ടിൽ നിന്ന് ഒരുങ്ങിയിട്ടാണ് പോകേണ്ടത്. സോ അറിയില്ല ഹൗ ഇറ്റ് വിൽ ബി. ന്യൂൻബർഗിൻ്റെ റോഡിൽ കൂടെ ഞങ്ങളിങ്ങനെ ഇതൊക്കെ ഇട്ട് പോകുമ്പം നല്ല രസമായിരിക്കും. ഇതിപ്പം ഡാൻസിന് ഞാനും ഉണ്ട് കുട്ടികളും ഉണ്ട്. അപ്പം 3 പേരുടെയും സാധനങ്ങൾ എടുത്ത് വെക്കണം. 2 പേരുടെയും കോസ്റ്റ്യൂംസ്, കുട്ടികളുടെയും അവരുടെ ഓർണമെൻറ്റ്സ് എല്ലാം വേറെ വേറെ ഇങ്ങനെ ലേബിൾ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ മറക്കും. അപ്പോൾ ഇതിൽ നമുക്ക് കൊണ്ടുപോകാത്ത സാധനങ്ങൾ കുറേ ഉണ്ട്. മോതിരമായി. ഈ മോതിരം ഞാൻ കാണിക്കാം. ഇതും ഷീന്ന് മേടിച്ചാണേ. ഇത് നമ്മൾ ഇങ്ങനെ കയ്യിലിടണം. ഇതും കൊള്ളാല്ലേ? പിന്നെ ഞങ്ങൾ കുട്ടികൾക്ക് ഒരേ കൂട്ടുള്ള കമ്മൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ എൻ്റെ ഏതോ ഒരു പഴയ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? അപ്പോൾ ഇതല്ല അപ്പോൾ അവരിടുന്നത്. അവർക്കിപ്പം വേറെ സെറ്റ് ഓഫ് ജ്വല്ലറിയാണ്. സോ ഇപ്പോൾ ഇത് ഞാൻ ഗീവ് അവേ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ വ്ളോഗ് കാണുന്ന സബ്സ്ക്രൈബേഴ്സ്, ജർമ്മനിയിലുള്ള സബ്സ്ക്രൈബേഴ്സിന്, ഓഫ് കോഴ്സ് ലേഡീസ്, എൻ്റെ ഈ വ്ളോഗ് കണ്ടിട്ട് കമൻറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ലേഡി സബ്സ്ക്രൈബർ ഫ്രം ജർമ്മനി, അവർക്ക് ഞാനിത് കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും ഗൈസ്. കണ്ടില്ലേ? ഇത് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ്സൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ. അപ്പം ഞാനിത് നിങ്ങൾക്ക് ഗീവ് അവേ ആയിട്ട് തരുന്നതായിരിക്കും ഗൈസ്. അതിന് മുന്നത്തെ ഒരു പ്രാവശ്യം ഞാനൊരു കമ്മൽ വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവരുടെ റെസ്പോൺസ് ഒന്നും വന്നില്ല. സോ കുട്ടികൾക്ക് ഡാൻസിന് ഇങ്ങനെ ധാവണി മാതിരി ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഇപ്പോഴേ ഫ്ലീറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇത് നല്ലൊരു പണിയാട്ടോ. അപ്പം ഞാൻ ഇത് ഇങ്ങനെ ആക്കി വെക്കുകയാണ്. ഇവിടെ ഒരു പിൻ കുത്താങ്കിൽ തേക്കാൻ എളുപ്പമാവും. അങ്ങനെ സക്സസ്ഫുള്ളി ഒന്ന് ഞാൻ ചെയ്തു. സംഹൗ എല്ലാം മാനേജ് ചെയ്തു. ഇനി ഇതേ കൂട്ട് വൈകക്കുട്ടിയുടെ തേക്കണം, വരണം. അങ്ങനെ സക്സസ്ഫുള്ളി രണ്ടാമത്തെയും തേച്ചു ഗൈസ്. അതൊരു നല്ല പണിയാണ്. യെസ്. അപ്പോൾ സൗപ്പൂൻ്റെയും വൈകയുടെയും വേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഉടുക്കാനുള്ള സാരി ഇനി ഫ്ലിറ്റ് ചെയ്യണം. ഇതാണ് എൻ്റെ സാരി ഗൈസ്. ഇത് ആക്ച്വലി പുതിയ സാരിയാണ്. ഇത് നാട്ടിൽ നിന്ന് ഞാൻ പണ്ടെപ്പോഴോ അയ്യപ്പാസിന് മേടിച്ചായിരുന്നു. ഇത് 780 റുപ്പീസേ ഉള്ളൂ.
ഇത് എല്ലാം ഒട്ടിച്ചേക്കട്ടെ. ഇത് ഞാൻ എൻ്റെ കയ്യിൽ പുതിയ സാരി ഉണ്ടെന്നുള്ള എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഈ ഈവെന്റിന് വേണ്ടിയിട്ട് എനിക്കും നമ്മുടെ കൂടെ കളിക്കുന്ന വേറൊരു കുട്ടിയുണ്ട്. ആ കുട്ടിക്കും സാരി എൻ്റെ 2-3 സെറ്റ് സാരികളുണ്ട് ടിഷ്യൂവിൻ്റെ. അപ്പം അങ്ങനെ നോക്കി ചെന്നപ്പോഴാണ് ഈ സാരി അവിടെ ഇരിക്കുന്നത് കണ്ടത്. സോ ഇറ്റ്സ് ബ്രാൻഡ് ന്യൂ. എനിക്ക് അറിയില്ലായിരുന്നു എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു സാരി ഉണ്ടെന്നുള്ള കാര്യം. സോ ഇതാണ് ആ സാരി ഗൈസ്. ഇനി ഇത് ഞാൻ നന്നായിട്ട് എനിക്കിത് പ്ലീറ്റ് ചെയ്യണം. എത്രത്തോളം എനിക്കിത് ചെയ്യാൻ പറ്റുമെന്നുള്ള അറിയില്ല. ഒരു ഉദ്ദേശം വെച്ചിട്ട് ഞാൻ ചെയ്യാൻ പോവാണ് ഗൈസ്. ഒരു ഫിംഗറിൻ്റെ വീതിയിലാണ് എടുക്കണമെന്നാണ് പറഞ്ഞേക്കണേ. നോക്കട്ടെ. Guys, this is the process we did. ഫൈനലി ശ്രീനേട്ട വരണ്ടി പോകുന്നത് ഇപ്പോൾ ഇങ്ങനെ മടക്കിയിട്ടാണ് ഞാൻ തേക്കാൻ പോണേ. പിന്നെ ഇതിനെ നമ്മൾ ഒന്നുകൂടെ കനം കുറഞ്ഞ് തേക്കും. അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും ഗൈസ്. കഷ്ടപ്പാട് ഗൈസ്, കഷ്ടപ്പാട്. അയ്യോ, ഡാൻസിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം. I'm up. വൈഗക്കുട്ടി is up. She wants me to pull this. കാണിക്കേ. ഇത് കറക്റ്റ് വരണം. ഇത് ഇവിടുന്ന് വരണം. അങ്ങനെ 2.5 മണിക്കൂർ കഴിഞ്ഞപ്പം സാരിയെല്ലാം നന്നായിട്ട് തേച്ചു. ബാക്കി ഞാൻ തേച്ചത് വെടുപ്പായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മുഗ്ലയുടെ ഡാൻസ് ഫെസ്റ്റിവലിന്റെ ബ്ലോഗ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ ഗൈസ്. അപ്പോൾ ഇന്നലത്തെ വ്ളോഗിന്റെ കണ്ടിന്യൂഷനാണ്. അങ്ങനെ മുഗ്ലൈ ഫെസ്റ്റ് ആണ് ഇന്ന് ന്യൂൺബർഗിൽ വെച്ചാൽ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. നല്ല മഴയാണ്. എനിക്കറിയില്ല, അത് ഓപ്പൺ സ്റ്റേജാണ്. ഞങ്ങൾ ഈ മഴയത്ത് എങ്ങനെയായിരിക്കും ഡാൻസ് കളിക്കുന്നതെന്ന്. എങ്ങനെയുണ്ട് എൻ്റെ വേഷം? ഇതാണ് ഞങ്ങളുടെ ക്ലാസിക്കൽ ഡാൻസിൻ്റെ വേഷം. പക്ഷേ ഞാൻ ഉടുത്തത് ശരിയായിട്ടില്ല. ഞാൻ ഐ ഹാവ് അഡ്ജസ്റ്റഡ്. ഇനി അവിടെ പോയിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യും, ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഉടുക്കാൻ വേണ്ടിയിട്ട് സാരി. ഇതാ വൈഗക്കുട്ടി റെഡി ആയിട്ടുണ്ട്. ഇതാണ് അവരുടെ വേഷം. വൈഗക്കുട്ടി വന്നിട്ടുണ്ടേ. ഇതാണ് അവളുടെ വേഷം. സൗപ്പുക്കുട്ടി എൻ്റെ സാരി ശരിയാക്കി തരുവാണ് ഗൈസ്. ഞാൻ ഉടുത്തത് ഭയങ്കര ബോറായിപ്പോയി. ഞാൻ കുറേ കഷ്ടപ്പെട്ട് എൻ്റെ വ്ളോഗിൽ കണ്ടില്ലേ സാരിയെല്ലാം തേച്ചൊക്കെ വെച്ചാൽ പിന്നാണ് അറിഞ്ഞ തലയിലാണ് തേച്ചത്. ഇന്ന് രാവിലെ എടുത്തപ്പം പിന്നെ എനിക്ക് എന്നുള്ള തേക്കാനുള്ള പിന്നെ സമയമില്ലല്ലോ. അപ്പം ഞങ്ങളുടെ ബാഗൊക്കെ ഞങ്ങൾ റെഡിയാക്കി. ഇതാണ് സൗപ്പുൻ്റെ വേഷം. സൗപ്പു യെസ്. ഞങ്ങൾ ജീനുവിൻ്റെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പം ജീനു വരും. അപ്പം ജീനുവിൻ്റെ കൂടെ ഞങ്ങളിന്ന് ജീനുവിൻ്റെ കാറിലാണ് പോകുന്നത്. ഓക്കെ ശ്രീനേട്ടാ, ഞങ്ങൾ പോയിട്ട് വരട്ടെ. ഞങ്ങള് ജീനുവിന്റെ കൂടെ പോകുന്നത്. ഞാനും കുട്ടികളും ഉള്ളു കത്തി വശത്തില്. ജീനും അമ്മും ഒക്കെ അവരൊത്തിരി മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. അവരവിടെ പോയിട്ടേ ഒരുങ്ങുന്നുള്ളൂ പറഞ്ഞു. ഞാൻ മാത്രം കത്തി വേഷത്തിലാന്ന് തോന്നുന്നു, ഫുൾ മേക്കപ്പില്. അപ്പം തന്നെ ഹെൽപ്പ് ചെയ്യാമല്ലോ. ഡിക്കില് വെക്കണോ ബാഗ്? ഇത് ബാഗില് ഡിക്കില് വെക്കുന്നേ. നമ്മള് ജാക്കറ്റും ഒന്നും എടുത്തില്ല. വേണം, പക്ഷെ ഇറങ്ങിയപ്പോ തണുപ്പുണ്ടായിരുന്നു. അപ്പൊ ഗൈസ് ഞങ്ങൾ പോയിട്ടേ ഡാൻസ് ചെയ്തിട്ട് വരട്ടെ. ഓൾറെഡി ഞങ്ങൾ ലേറ്റ് ആണ്. ജീനു ഒരുങ്ങണം. പോയിട്ട് ജീനു ഒരുങ്ങിട്ടില്ല. ഈശ്വര, ഞാൻ ഈ ചില്ലിലൊക്കെ വെച്ചോണ്ട് ഈ ജിൽജിലായിട്ട് ന്യൂൺബർഗിൽ കൂടെ നടക്കണ്ടേ. 100 meters, turn left onto Bamberger Strasse. Roundabout and take the second exit. ജീനു മാഡം പറപ്പിച്ചാണ് പോകുന്നത്. അതാ എല്ലാരും പിടിച്ചിരുന്നോണം, വല്ല ഫൈനലൊക്കെ കിട്ടാനുള്ള സാധ്യത. ഡാൻസ് കളിക്കാൻ പോവാണ് ഗൈസ്. എല്ലാരും എന്നെ നോക്കുന്നു. ജീനു എനിക്ക് വയ്യ, ഇന്ന് കൊളാവും. ഞങ്ങൾ അങ്ങനെ ന്യൂൺബർഗിൽ എത്തി. ഡാൻസ് നടക്കുന്ന സ്റ്റേജിലോട്ട് പോകണം.
റോഡ് മൊത്തം ബ്ലോക്കാണ്. പാർക്കിംഗ് ഞങ്ങൾക്ക് ഭയങ്കര ടൈറ്റായിട്ടാണ് കിട്ടിയത്. എല്ലാവരും എന്നെ നോക്കണം. നല്ല തണുപ്പുണ്ട് ഗൈസ്. അതാ ആ കാണുന്ന ടെന്റുകൾ കണ്ടില്ലേ, കാണാമോന്ന് എനിക്കറിയില്ല. അവിടാണ് നമ്മുടെ ഈവന്റ് നടക്കുന്നത്. മുന്നത്തെ വർഷത്തെ മുഗളൈ ഫെസ്റ്റിൽ വന്നതിൻ്റെ വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. പ്ലേലിസ്റ്റ് ആഡ് ചെയ്യാം, പോയിട്ട് കാണുക. അങ്ങനെ വരുന്നവരും പോകുന്നവരും ഒക്കെ എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നു. കത്തി വേഷത്തിൽ ന്യൂൻബർഗിൻ്റെ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ പോണു. സ്റ്റെപ്പൊന്നും ഓർമ്മ പോലും ഇല്ല. സ്പർശം ഞങ്ങളെ ശരിയാക്കും. എന്തെങ്കിലും സ്റ്റെപ്പ് ഞങ്ങൾ സ്റ്റെപ്പ് തെറ്റിച്ചാ പോയി. ഇതാണ് ഗൈസ് ഞങ്ങളുടെ ഡാൻസ് മന്ത്രയുടെ സ്റ്റോർ. ഹലോ ഹലോ സുന്ദര. ഹായ്. You want to play a game now or after the dance? After the dance. Okay. Now we don't remember any steps. That's why I didn't want to. Okay, all the very best guys. Thank you, all the best. See you. Dance mantra. നമ്മുടെ MSN എവിടാടാ? MSN ഷോ നമ്മളെ കണ്ടിട്ട് ഞങ്ങളങ്ങനെ ഇവിടെ എത്തി. ഞങ്ങളുടെ MSNന്റെ സ്റ്റോള് കാണിക്കാം. ഹലോ, ഞങ്ങളുടെ MSNന്റെ സ്റ്റോൾ. ഹായ്. ഹലോ. ബേൽപൂരി. ഞങ്ങളുടെ MSNന്റെ സ്റ്റോളിലെ സാധനങ്ങളാണ് ഗൈസ്. നമസ്കാരം. രണ്ട് പപ്സ് കഴിച്ചുകൊണ്ടെങ്കിൽ ഡാൻസിന് എനർജി ഉണ്ടാവും. ഉള്ള സ്റ്റെപ്സ് എല്ലാം മറന്നിരിക്കുക. നമുക്ക് പോയിട്ട് ആളെ എന്താ ചെയ്യണം നോക്കിയിട്ട് ചെയ്താൽ മതി. സ്പർശയുടെ എല്ലാം കിട്ടുകയും ചെയ്യും. ഇതാണ് ഞങ്ങൾ ഡ്രസ്സപ്പ് ചെയ്യേണ്ട ഹാള്. മിക്കവാറും ഉള്ളവർ എല്ലാവരും വീട്ടിൽ നിന്ന് ഡ്രസ്സപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷേ ഞങ്ങൾ ഒരു റൂം തരാമെന്ന് പറഞ്ഞവർ. അപ്പം ഞങ്ങൾ ഒരുങ്ങാനാണ്. ഞങ്ങൾക്ക് ഞങ്ങളെല്ലാം റെഡിയായി ഗൈസ് പോവാണ്. ആൾട്ട ഇടുന്നതിൻ്റെ തിരക്കായിരുന്നു. ആൾട്ടൊക്കെ കയ്യിട്ടു. ഞങ്ങളുടെ ടൈം 3:05 ആണ്. 2:45 ഞങ്ങൾ ഞങ്ങളുടെ ഗ്രീൻ റൂം ക്ലീൻ ചെയ്ത് വെക്കേറ്റ് ചെയ്യണമായിരുന്നു. അപ്പം ഞങ്ങൾ ആ തിരക്കിലാണ് പോണേ. ചെലങ്കി ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റേജിൽ കയറി ഡാൻസ് ചെയ്യണം. പേടിയാവുന്നു. സ്റ്റെപ്പൊക്കെ ഓർമ്മ ഉണ്ടാവോ ഇല്ല എന്നുള്ള അറിയില്ല. ഞങ്ങൾ എന്തായാലും പോകാൻ പോവാണ്. നോക്കാം. Liebe Freundinnen, Freunde, ich bin Surya und ich bin bekannt für ihre schöne Natur, ihre Kultur und ihre Traditionen. Besonders wichtig die klassische Tänze.
aus Kerala. Diese erzählen Geschichten über Natur, Religion und das tägliche Leben. Wir vertreten den Malayali Samajam Nuremberg. Das ist ein Kultur- und Gemeinschaftsverein. जय
ഗൈസ് എങ്ങനെ ഉണ്ടായിരുന്നു ഈവന്റ്? അടിപൊളി. ഇതാണ് എന്റെ ക്യാമറമാൻ. താങ്ക് യു വിശാൽ. താങ്ക്സ് എവരിവൺ. ബൈ. സ്പർശക്കുട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? ചേച്ചി ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു. ഫീലിംഗ് സോ പ്രൗഡ്. താങ്ക് യു. താങ്ക് യു. ആ സൂപ്പർ. നമ്മുടെ പിള്ളേരുടെ എടുത്തില്ലല്ലോ. അത് വിട്ടുപോയി. അങ്ങനെ ഡാൻസ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ് ഗൈസ്. അടിപൊളി ഡാൻസ് ആയിരുന്നു. കുട്ടികളെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്തു. ഞങ്ങളും നന്നായിട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി കയ്യിലെ ആൾത്തൊക്കെ കളയേണ്ട വലിയ പണിയാണ്. സോ ഈ വ്ളോഗ് ഞാൻ ഇവിടെ നിർത്തുന്നു. പുതിയ വ്ളോഗായിട്ട് അടുത്ത ആഴ്ച കാണാം. അതുവരെ എല്ലാവരും നന്നായിട്ടിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. സോ താങ്ക് യു. തിരിച്ചു വന്നപ്പോ എന്തെങ്കിലും ബാക്കിയുണ്ടോ? മാംഗോ ലസ്സി. പെട്ടി തുറക്കാൻ പറ്റൂല. അങ്ങനെ ഞങ്ങൾ അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി ഗൈസ്. ഇനിയാണ് ആക്ച്വൽ പണി. കയ്യിൽ നിന്ന് ആൾട്ടെല്ലാം മാറ്റണം. ഇതെല്ലാം ഒലിച്ചുപോയി. ഈ സാധനങ്ങളെല്ലാം ഇനി ഞങ്ങൾ തിരിച്ച് അടുക്കി വെക്കണം. ഇന്നും പൊതിച്ചോറുണ്ട്. പൊതി ബിരിയാണി. ഓ മൈ ഗാഡ്. പൊതിച്ചോറിൻ്റെ ഒരു സീസണാണ് ഗൈസ്. പക്ഷേ ഇതിനായിട്ട് നമുക്ക് വേണ്ടിയിട്ട് പൊതി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചു. ഇനിയും ഈ സാധനങ്ങളെല്ലാം ഞാനാണ് അറേഞ്ച് ചെയ്ത് തിരിച്ചു വെക്കേണ്ടത് ഗൈസ്. അതൊരു പണിയാണ്. കുട്ടികളെല്ലാം ഇവിടെ ഊരിയിട്ടിട്ട് പോയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ എടുത്ത് ഇനിയും റീഅറേഞ്ച് ചെയ്ത് വെക്കണം. ഇതൊക്കെ ഇനി അടുത്ത പരിപാടികൾ വരുമ്പം യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പം നമ്മുടെ അല്ല, അത് മേടിച്ച ആളുകൾക്ക് തിരിച്ചു കൊടുക്കണം. പിന്നെ സ്ലൈഡ്, സേഫ്റ്റി പിൻസ് ഇതെല്ലാം തിരിച്ച് യഥാസ്ഥാനത്ത് ആക്കി വെക്കണം. അപ്പം അതൊരു പണിയാണ്. അപ്പം അതും കൂടെ ചെയ്യട്ടെ. ബിഗ് താങ്ക് യു ടു നാട്യസ്പർശം. സ്പർശക്കുട്ടി അടിപൊളിയായിട്ടായിരുന്നു കൊറിയോഗ്രാഫി ചെയ്തത്. ഞങ്ങളെല്ലാം നല്ലതായിട്ട് പഠിപ്പിച്ചു. എല്ലാവരും നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക്സ് ടു ഹർ. ശ്രീനേട്ടൻ ഞങ്ങൾ ഡാൻസ് ഒക്കെ കളിച്ച് വന്നപ്പോഴത്തേക്ക് പൊതി ബിരിയാണി പാക്ക് ചെയ്ത് വെച്ചിരുന്ന ഗൈസ്. നല്ല വാഴയിലയിൽ ചൂടോടെ ബിരിയാണി, ചിക്കൻ ബിരിയാണിയാണ്. മുട്ടയൊക്കെ ഉണ്ട്. എൻ്റെ കയ്യിൽ ആൾക്കാരുടെ പാടി തരം പോയിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ടും ഞാനിത് കഴിക്കാൻ പോവാണ്. ഞങ്ങൾ വരുന്ന വഴിക്ക് മലയാളി സമാജത്തിൻ്റെ സ്റ്റോളിൽ നിന്ന് പഫ്സൊക്കെ കഴിച്ചു. പക്ഷേ എനിക്ക് വിഷമം കണ്ടപ്പോൾ ലെറ്റ് മീ ഈറ്റ് ദിസ്.